കോടതി പറയുന്നു. ലക്ഷദ്വീപിലെ ബിത്ര ദ്വീപ് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വർഷങ്ങളായി താമസിക്കുന്ന ദ്വീപിൽ നിന്ന് ഒഴിയാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് 50ഓളം കുടുംബങ്ങൾ. പ്രതിരോധ ആവശ്യങ്ങൾക്ക് ദ്വീപ് ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ബിത്ര ദ്വീപിൽ സാമൂഹികാഘാത പഠനം നടത്താൻ ഈ മാസം 11-ന് വിജ്ഞാപനം വന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത്. സൈനിക ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ദ്വീപ് ഏറ്റെടുക്കുന്നതെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. ഗ്രാമസഭയുടെയോ സ്ഥലമുടമയുടെയോ അനുവാദം ഇതിനാവശ്യമില്ലെന്നും ഈ ഉത്തരവ് ചെയ്യുന്നത്. ഇതിനെ വളരെ ശക്തമായിട്ട് NCP-SP നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച ലക്ഷദ്വീപിലെ മുഴുവൻ ദ്വീപുകളിലും സമരപരിപാടികളും അഡ്മിനിസ്ട്രേഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നൽകുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 91.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ബിത്ര ദ്വീപിൽ 300ഓളം പേർ താമസിക്കുന്നുണ്ട്. മത്സ്യബന്ധനമാണ് ഇവരുടെ വരുമാന മാർഗം. ബിത്ര ദ്വീപിൽ നിന്ന് മാറേണ്ടി വന്നാൽ ഉപജീവന മാർഗം കൂടി ഇല്ലാതാകുമെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ വിട്ട് പോകാൻ കളിയായ അവസ്ഥയിലാണ് ഉള്ളത്. ഞങ്ങളുടെ കാക്കാരന്മാരെല്ലാം ഇവിടെ ജീവിച്ചു വളർന്ന ആൾക്കാർ, മറിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ നാട് വിട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ തക്കത്ത ഒരു ഇതില്ല. അതേസമയം ബിത്ര ദ്വീപ് ഏറ്റെടുക്കേണ്ടത് ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങൾക്ക് അനിവാര്യമാണ് എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്തുള്ള ദ്വീപ് നാവികസേനാ നിരീക്ഷണത്തിന് അനുയോജ്യമാണ് എന്നാണ് കണ്ടെത്തൽ. ബിത്ര ദ്വീപ് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത് ഇതാദ്യമല്ല. മുൻപ് ദ്വീപ് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ശക്തമായ പ്രതിഷേധത്തിലൂടെയാണ് ലക്ഷദ്വീപ് ജനത നേരിട്ടത്. ഇത്തവണയും ബിത്ര ദ്വീപ് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ VS രാഹുലിനൊപ്പം റാഫി കരീം,